ക്യാൻസർ മരുന്ന് വിപണിയിൽ നിർണായക ഇടപെടലുമായി സർക്കാർ. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സീറോ പ്രോഫിറ്റായി കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കും. ജൂലൈ മാസത്തിൽ പദ്ധതി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പദ്ധതിയിലൂടെ 800ഓളം വിവിധ മരുന്നുകളാകും കമ്പനി വിലയ്ക്ക് തന്നെ ലഭ്യമാകുക. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിർണായകമായൊരു തീരുമാനം തന്നെയാണ് ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, അതോടൊപ്പം തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇവ രണ്ടും വില കൂടിയ മരുന്നുകളാണ്. ഈ മരുന്നുകളാണ് അതിൻ്റെ ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റിൽ ജനങ്ങൾക്ക്, രോഗികൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പദ്ധതി പ്രകാരം 800ഓളം വരുന്ന വിവിധ മരുന്നുകളാണ് കമ്പനി വിലയ്ക്ക് തന്നെ രോഗികൾക്ക് ലഭ്യമാകുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ കൂടി ലഭ്യമാകുന്നതിലൂടെ ചികിത്സയുടെ ചിലവും കുറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് രോഗികൾക്ക് വലിയ ആശ്വാസമാകും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും കുറഞ്ഞ വിലയ്ക്ക് ഈ മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി കാരുണ്യ ഫാർമസികളിൽ ലാഭരഹിത കൗണ്ടറുകൾ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. ഇത് പ്രത്യേക കൗണ്ടറായി പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ പ്രത്യേക ലാഭരഹിത കൗണ്ടറുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ജീവനക്കാരെ നിയമിക്കുന്നതായിരിക്കും. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. ഏതായാലും ജൂലൈയിൽ തന്നെ ഈ പദ്ധതി ആരംഭിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ വലിയൊരു ഇടപെടൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. നേരത്തെ തന്നെ ക്യാൻസർ സ്ക്രീനിംഗ് പോർട്ടൽ, അതോടൊപ്പം തന്നെ ക്യാൻസർ ഗ്രിഡ് എന്നിവ കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ ക്യാൻസർ മരുന്നുകൾ കൂടി വിലക്കുറവിൽ, അതായത് അതിന്റെ കമ്പനി വിലയിൽ തന്നെ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് കൃത്യമായ രീതിയിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. അതും നിരവധി രോഗികൾക്കാണ് ഇതിന്റെ ആശ്വാസം ലഭിക്കുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ തുക, ഈ രോഗത്തിന്റെ ചികിത്സയ്ക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നത് കൂടിയ മരുന്നുകളുടെ തുക തന്നെയാണ്. അത് വലിയ ആശ്വാസമാകും ഇത്തരത്തിൽ മരുന്നുകളുടെ വിലയിൽ കുറവ് വരുമ്പോൾ. ശരി, എസ് ഷീജ.